രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് ആധികാരികമായ ഒരു കാര്യം പറയാൻ എത്ര നാളത്തെ പരിചയം വേണം? ഏതൊക്കെ സ്ഥാനങ്ങളിലും ഏതൊക്കെ പദവികളിലും ഇരിക്കേണ്ടി വരും? അവനവൻ്റെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം അതിൽ കൃത്യമായൊരു നിലപാടെടുത്ത് അതിൽ അഭിപ്രായം പറയപ്പെടുമ്പോൾ തുടർച്ചയായി തിരുത്തപ്പെടുന്നത് അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെയും പദവിയുടെയും ഒക്കെ മാത്രം അടിസ്ഥാനത്തിലാണോ, അതോ സ്ത്രീകളാണ് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ? മാധു, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് പോലെ സ്ത്രീകൾക്ക് മേലെ ഒരു ഗ്ലാസ് സീലിംഗ്, അദൃശ്യമായൊരു മേൽക്കൂര ഉണ്ടെന്ന് തന്നെ പലപ്പോഴും കരുതേണ്ടി വരും. കാരണം ശ്രീമതി ആനി രാജായും ശ്രീമതി ബൃന്ദ കാരാട്ടും സുദീർഘമായ രാഷ്ട്രീയ ജീവിതം കൊണ്ട്, പൊതുപ്രവർത്തനം കൊണ്ട് പരിണതപ്രജ്ഞരായ രണ്ട് വ്യക്തികളാണ്. അവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൻ്റെ ആന്ധ്യം തെല്ലും ബാധിക്കാതെ വളരെ കൃത്യതയോടെ, വളരെ സൂക്ഷ്മതയോടെ പറഞ്ഞിരിക്കുന്നു, ആരോപണ വിധേയനായ ശ്രീ മുകേഷ് രാജിവെച്ച് മാതൃക കാണിക്കണമെന്ന്. ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, സീസേഴ്സ് വൈഫ് ഷുഡ് ബി എബവ് സസ്പീഷ്യൻ. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ, പദവികളിലിരിക്കുന്നവർ, അവർ സംശയത്തിൻ്റെ കരിനിഴലിൽ പെടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന ശ്രീ മുകേഷ് രാജിവെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ രാജിവെച്ചിട്ടില്ല, ഇനി ഒരുപക്ഷെ നാളെ വെച്ചേക്കാം എന്നത് അതിനുള്ള ഒരു ഉത്തരമല്ല. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് നമുക്കറിയാം. ശ്രീ മുകേഷ് ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം ഇത്ര ദിവസമായിട്ടും രാജിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കേരളം ഭരിക്കുന്ന സർക്കാർ അദ്ദേഹത്തോട് അത് ആവശ്യപ്പെട്ടിട്ടുമില്ല. ശരിക്കും കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭരണപരമായ നയങ്ങളിൽ ഭാഗഭാക്കായ, നിയമനിർമ്മാണ സഭയിലെ അംഗമായ, ജനപ്രതിനിധിയായ ശ്രീ മുകേഷ് എന്തുകൊണ്ടാണ് സിനിമാ പ്രവർത്തകരുടെ സംഘടനയുടെ തലപ്പത്ത് നിന്ന് ശ്രീ സിദ്ദിഖ് രാജിവെച്ചതുപോലെയോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്ത് രാജിവെച്ചതുപോലെയോ ഉള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കാത്തത്? അപ്പോൾ അതിന് പകരം അദ്ദേഹം ചെയ്തത് ചെങ്കൊടി ഏന്തി നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്യുക എന്നതാണ്. ചെങ്കൊടിയുടെ തണലുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെതിരെയാണ് കൃത്യമായ നിലപാട് ശ്രീമതി ആനി രാജായും ശ്രീമതി ബൃന്ദ കാരാട്ടും എടുത്തിരിക്കുന്നത്. ചെങ്കൊടിയുടെ തണലിൽ നിന്നതുകൊണ്ട് സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തണൽ ലഭിക്കുകയില്ല എന്ന് യാതൊരു അർത്ഥശങ്കയുമില്ലാതെ ഈ രണ്ട് വനിതാ നേതാക്കൾ പറഞ്ഞിട്ടും അത് പുരുഷന്മാരായ നേതാക്കൾക്ക് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നത് ഒരേ സമയം നടനും അതേസമയം MLA-യുമായ മുകേഷിനെതിരെയാണ്. ഇപ്പോൾ ഒരാരോപണത്തിലാണ് കോടതി തീരുമാനം വരട്ടെ, അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാട് ഒരു കേസിലാണ് എങ്കിൽ ഒരു പാർട്ടിക്ക് എടുക്കാം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ആരോപണം അദ്ദേഹത്തിനെതിരെയാണ് ഉയർന്നിരിക്കുന്നത് എത്ര കാര്യങ്ങളിൽ. അപ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിന് മുൻഭാര്യ നടത്തിയ വെളിപ്പെടുത്തൽ, അതിൽ ആ വെളിപ്പെടുത്തൽ കേട്ടുകൊണ്ട് നിലവിലത്തെ ഒരു മന്ത്രി, ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് ചെവി അടച്ചു വെച്ച് കേൾക്കാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. ഇത് വളരെ സ്ത്രീകളെ അവഗണിക്കുന്നതിന്, സ്ത്രീകൾക്ക് വെറും രണ്ടാം തരം പൗരത്വമേ ഉള്ളൂ, അവരെത്ര ഉയർന്ന പദവിയിൽ എത്തിയാലും ശരി, അവർ പറയുന്നത് എത്രമാത്രം പ്രസക്തവും സംഗതവുമായ കാര്യമാണെങ്കിലും ശരി, അവർ രണ്ടാം തരം പൗരന്മാരാണ് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്ക്, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ സജി ചെറിയാന് ഒന്നും മുകേഷിനെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹം സ്ഥാനം രാജിവെച്ച് മാറി നിന്നുകൊണ്ട് വേണം അന്വേഷണം നേരിടാനെന്ന് പറയാനോ തോന്നുന്നില്ല. രണ്ട് വനിതകൾ, ഇടതുപക്ഷത്തിൻ്റെ ശക്തരായ രണ്ട് വനിതകൾ ഈ അഭിപ്രായം പറയുമ്പോഴും അത് വനരോധനമായിട്ട് മാറുന്നു. ആരും അത് കേൾക്കാനില്ല എന്ന അവസ്ഥ വരുന്നു. മാധു സൂചിപ്പിച്ചതുപോലെ ഒരു കേസല്ല, ഒന്നിലധികം കേസുകൾ. അതിനൊക്കെ പുറമെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത ശാരീരിക പീഡനത്തെക്കുറിച്ച്, മാനസിക പീഡനത്തെക്കുറിച്ച് ഇന്നത്തെ ആരോഗ്യമന്ത്രിയോട് മുൻപ് നടത്തിയ വെളിപ്പെടുത്തൽ. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശ്രീ മുകേഷ് രാജിവെക്കണം,
മാന്യമായി സ്ഥാനത്ത് നിന്നും മാറി നിന്നുകൊണ്ട് വേണം അദ്ദേഹം അന്വേഷണം നേരിടാനെന്ന് പറയാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നത് മാത്രമല്ല, ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തുകയും അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി വളരെ വിചിത്രമായ പരിഹാസ്യമായൊരു മറുപടി പറയുന്നു. സമിതിയിൽ 11 പേരുണ്ട്. ഈ സമിതിയുടെ ചുമതല കേവലം നക്കൽ തയ്യാറാക്കൽ മാത്രമാണ്. നയം രൂപീകരിക്കുന്നത് ഞങ്ങൾ സർക്കാരാണ് എന്ന്. പിന്നെ എന്തിനാണ് ഈ സമിതിയെ നയരൂപീകരണ സമിതി എന്ന് വിളിക്കുന്നത്? നക്കൽ സമിതി എന്ന് വിളിച്ചാൽ പോരെ? അതുമല്ല, ഇനി നക്കലാണ് രൂപീകരിക്കുന്നതെങ്കിൽ പോലും ആ സമിതിയിൽ ഇരിക്കാനുള്ള യോഗ്യത ഇന്നത്തെ പശ്ചാത്തലത്തിൽ ശ്രീ മുകേഷിനുണ്ടോ എന്നതിനെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം ലജ്ജാകരമായ മൗനം പാലിക്കുന്നത്.